പറ്റില്ല. ഈ പാലക്കാട് പറയുന്നു ലീഡ് തിരിച്ചു പിടിച്ചു. പാലക്കാട് പറയുന്നു. ഒന്നുകൂടെ നോക്കൂ. ചേലക്കരയിൽ 7598 എന്നതാണ് ഏറ്റവും ഒടുവിൽ. പാലക്കാട് എന്താണ് സംഭവിക്കുന്നത്? 963 വോട്ടുകൾക്ക് BJP ലീഡ് ചെയ്യണം. പാലക്കാട് BJP ലീഡ് തിരിച്ചു പിടിച്ചു. 963 വോട്ട്. BJP തിരിച്ചു പിടിക്കുന്നു. പാലക്കാട് അവിടെ ആ ഒരു സന്തോഷം വരണം മുഖത്തുണ്ട്. മുഖത്തൊരു അത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ മറികടക്കും. കോൺഗ്രസ് ക്യാമ്പുകളിൽ അമ്പരപ്പുണ്ടാക്കി സി കൃഷ്ണകുമാർ ലീഡ് കുതിപ്പിലേക്ക് കുതിക്കുന്നു. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. പോയാൽ പാലക്കാട് അദ്ദേഹത്തിന്റെ ലീഡ് കുറയുന്നു. 347ലേക്ക് ലീഡ് കുറയുന്നു. കഴിഞ്ഞ 6ാമത്തെ റൗണ്ടിൽ 3000 വോട്ട് ലീഡ് നേടിയ BJP ഇതാ ഇപ്പൊ 6ാമത്തെ റൗണ്ട് ആകുമ്പോഴേക്കും 347ലേക്ക് കുറഞ്ഞു. 347ലേക്ക് വീണു. അങ്ങനെ ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ് ഒടിച്ചു കളയും ഈ ദശമൂലൻ. പാലക്കാട് ലീഡ് പിന്നെ മാറി പറയുന്നതാണോ? മാറി പറയുന്നു. പാലക്കാട് 643 കൂട്ടി 643 ചിരി. രാഹുൽ മാങ്കൂട്ടത്തിന് ടെൻഷൻ. ഡോക്ടർ സരിനെ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെച്ച് നോക്കേണ്ടി വരും. മാത്രമല്ല സരിൻ ചില ഡയലോഗൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നേരെ UDF സ്ഥാനത്തെ കൂടി ഇല്ലെന്ന്. അത് മാത്രമേ 60,000 വോട്ട് പിടിക്കുന്നു പറഞ്ഞു. 60,000 വോട്ടൊക്കെ പിടിക്കുന്ന അവര് CPM LDF പറയുന്നുണ്ടായിരുന്നു. സ്ഥാനത്തേക്ക് വരും പറഞ്ഞ ജ്യോതികുമാർ ചാമക്കാല അവിടെ ഇരിക്കുക. ചാമക്കാല ഇപ്പൊ ഞെട്ടിയിരിക്കുക. പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെയാണ് പുള്ളിയുടെ പോസ്റ്റ് മറിച്ചുകൊണ്ട് സി കൃഷ്ണകുമാർ കയറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? പാലക്കാട് 1315 വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിൽ. 1315 ചേലക്കരയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിൽ. ഒരാളിവിടെ നിൽക്കുന്നുണ്ടല്ലോ സാറേ. ചേലക്കരയിൽ എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ചേലക്കരയിൽ 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലമാണെന്ന് ഓർമ്മ വേണം. 40,000 39,000 ചില്ലാനും വോട്ട് കിട്ടിയ ഭൂരിപക്ഷം കിട്ടിയ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലമാണ് ചേലക്കര. ആ ചേലക്കര ഇപ്പൊ 8,000 നിൽക്കുകയാണ്. പോയാലും 10 അപ്പുറത്ത് പോവോ? പോവില്ല. സർക്കാർ വിരുദ്ധതയുണ്ട്.